കാട്ടിൽ പോയി തടി വെട്ടി കരിയാക്കി വിൽക്കുന്ന ഒരു മനുഷ്യൻ, വഴിയിൽ വീണ് മുറിവേറ്റ് അർദ്ധപ്രാണനായി കിടന്നിരുന്ന ഒരു വ്യാപാരിയെ തൻ്റെ കാളവണ്ടിയിൽ കയറ്റി തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. സുഖമായപ്പോൾ അയാളെ പട്ടണത്തിൽ കൊണ്ടുപോയി വിട്ടു. തൻ്റെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി തൻ്റെ സ്ഥലത്തുള്ള ചന്ദനമരങ്ങൾ വെട്ടിക്കൊള്ളുവാൻ അനുവദിച്ചു. അങ്ങനെ കുറേ ചന്ദനത്തടികൾ വെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അതിൽ കുറേയേറെ കരിയാക്കി വിറ്റു. എന്തു മരമായാലും കരിയാക്കുവാൻ മാത്രമേ അയാൾക്കറിയുമായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അതിഭയങ്കരമായ മഴ പെയ്തു. അതിനാൽ തടികൾ കരിയാക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അയാൾ ആ തടികൾ വിറകായി വിൽക്കുന്നതിന് ചന്തയിൽ കൊണ്ടുപോയി. ഒരു വ്യാപാരി വളരെ വലിയ വിലയ്ക്ക് ആ ചന്ദനത്തടികൾ വാങ്ങി. അത്രയും വില പ്രതീക്ഷിക്കാത്ത മരം വെട്ടുകാരൻ അതേക്കുറിച്ച് അയാളോട് ചോദിച്ചപ്പോഴാണ് അത് ചന്ദനത്തടിയാകയാൽ വലിയ വിലയുള്ളതാണെന്ന് അറിയുന്നത്. തുടർന്ന് അയാൾ ചന്ദനത്തടികൾ നിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ അവയിൽ അധികവും താൻ കരിയാക്കി നിസാര വിലയ്ക്ക് വിറ്റല്ലോ എന്നോർത്ത് കരയുവാൻ തുടങ്ങി. അയാൾ കരയുന്നത് കണ്ട് വിവരമന്വേഷിച്ച ഒരു വഴിപോക്കൻ അയാളെ ആശ്വസിപ്പിച്ചു. നഷ്ടപ്പെട്ടത് ഇനിയും തിരികെ ലഭിക്കില്ലല്ലോ, അതിനാൽ കരയാതെ ബാക്കിയുള്ളത് വിവേകപൂർവ്വം ഉപയോഗിക്കുവാൻ ബുദ്ധിയും ഉപദേശിച്ചു. ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ലാത്ത ആരുമില്ല. അജ്ഞരായവർക്കും പണ്ഡിതരായവർക്കും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എത്ര വലിയ പണ്ഡിതരായാലും നാളെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുൻകൂട്ടി അറിയുവാൻ കഴിയില്ല. ജ്യോതിഷന്മാർക്കും ലക്ഷണം നോക്കി ഭാവി പറയുന്നവർക്കും അത് കഴിയാറില്ല. അതിനാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാം. അപ്പോൾ വിലപിക്കുന്നവരാകാതെ തുടർന്നുള്ള കാര്യങ്ങൾ വിവേകപൂർവ്വം ചെയ്യുവാൻ സാധിക്കുകയാണ് വേണ്ടത്. നഷ്ടങ്ങളെ നേട്ടങ്ങളായി മാറ്റുവാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അതിന് ഉയർന്ന കാഴ്ചപ്പാട് ആവശ്യമാണ്. ജീവിതശൈലിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവണം. നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ദുഃഖം നഷ്ടപ്പെടാതെ ഇരിക്കുന്നത് വിവേകപൂർവ്വം ഉപയോഗിക്കാനുള്ള കഴിവിലേക്ക് നമ്മെ നയിക്കണം. പോയത് പോയി അതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാതെ കൈവശമുള്ളത് പ്രയോജനപ്പെടുത്തുക, അതാണ് വിവേകം. അതിനായി മഹത്തായ ഒരു ജീവിതശൈലി രൂപീകരിക്കേണ്ടത് ആവശ്യമാണ്. ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതശൈലി? നഷ്ടപ്പെടുത്തി നേട്ടങ്ങൾ സാധ്യമാക്കുക. നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വെറുതെ എറിഞ്ഞു കളയുക എന്നല്ല അർത്ഥം. പ്രത്യേക ലക്ഷ്യത്തോടെ ഒരുപാട് പേരുടെ അനുഗ്രഹത്തിനായി ചിലവഴിക്കുക എന്നത്രേ. ധനവും സമ്പത്തും മാത്രമല്ല, ജീവിതം മുഴുവൻ ഒരുപാട് പേർക്ക് നന്മയുണ്ടാകുവാൻ തക്കവണ്ണം ചിലവഴിക്കുവാൻ കഴിയുന്ന ജീവിത രീതിയാണത്. അപ്പോഴാണ് കൈവശമുള്ളത് ഏറ്റവും പ്രയോജനകരമായി തീരുന്നത്. ഭൗതികമായി ജ്ഞാനികളായവർക്ക് പലപ്പോഴും ഈ മാർഗം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെന്നു വരില്ല. മറ്റുള്ളവരെ കരുതുവാൻ കഴിയുന്ന ഒരു ദൈവീക ഭാവമാണ് ഇവിടെ ആവശ്യം. അതിനായി നമുക്ക് ശ്രമിക്കാം.